ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടടവ് 5 തൊട്ട് 8 വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാട്ടടവ് 1 തൊട്ട് 4 വരെ കാണിച്ചിരുന്നു. അതിന് മുന്നേ നാട്ടടവ് തുടങ്ങുന്നതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു എക്സസൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാട്ടടവ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള പ്രയാസം തോന്നിക്കത്തില്ല. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അത് കണ്ടതിന് ശേഷം മാത്രമേ നാട്ടടവ് ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. ഇന്നത്തെ വീഡിയോ നാട്ടടവ് 5 തൊട്ട് 8 വരെയാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. 5 തൊട്ട് 8 വരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്നാലും സാരമില്ല, പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി, ശരിയാവും. ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഫസ്റ്റായിട്ടുള്ള തട്ടടവ് കഴിഞ്ഞു. തട്ടടവ് 1 തൊട്ട് 8 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയ അടുത്ത അടവാണ് നാട്ടടവ്. നാട്ടടവ് 1 തൊട്ട് 4 വരെ കഴിഞ്ഞു. അസംമിത ഹസ്തമുദ്രകൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഷാൾ കിട്ടുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഇടത് സൈഡിന് ഇങ്ങനെ ഇടുക, കുറച്ചിട്ടാ ഫ്രണ്ടിലോട്ട് ഇടുക. എന്നിട്ട് ഈ ബാക്കിലത്തെ പീസില്ലേ അതിങ്ങനെ ചുറ്റിച്ച് ഇതുവഴി ഇത് നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അരമണ്ടലൊക്കെ ഇരിക്കുമ്പോൾ വലിയ പ്രയാസം തോന്നിക്കത്തില്ല. നമ്മുടെ ഇവിടെ നിന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. വയറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ, സെറ്റ്. നാട്ടടവ് 1 തൊട്ട് 4 വരെയുള്ള അതേ താളം തന്നെയാണ് 5ലും വരുന്നത്. നമ്മുടെ താളം എങ്ങനെയായിരുന്നു നാട്ടടവിൻ്റെ? തേയ് യും ത ത തേയ് യും ത ഹ. ഇതായിരുന്നു നമ്മുടെ താളം. 1 തൊട്ട് 4 വരെയും അത് തന്നെയായിരുന്നു. ഇനി 5 തൊട്ടും അത് തന്നെയാണ്. സ്റ്റെപ്പ് ഡിഫറൻസ് ഉണ്ട്, അത് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റിൽ കാല് നോക്കാം. 5ാമത്തത് വരുമ്പോൾ കാല് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് വയ്ക്കുന്നത്. ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാലിങ്ങനെ ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ ഇങ്ങനെയോ 2 സൈഡിലോട്ട് ചരിഞ്ഞു പോകാൻ പാടില്ല. സ്ട്രെയിറ്റ് തന്നെ നിൽക്കണം. അരമണ്ഡലത്തിലിരിക്കുക. ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് കളിച്ച് തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും നമസ്കരിക്കുക. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കളിച്ച് തുടങ്ങുന്നതിന് മുന്നേ നമസ്കരിക്കണം. കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കണം. അപ്പം നമസ്കരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കൂടെ കാണിക്കാം. നമ്മൾ നമസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കയറി നോക്കിയാൽ മതി. അത് കറക്റ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. നാട്ടടവ് 5ന്റെ കാല് നോക്കാം. അരമണ്ഡലത്തിലിരിക്കുക. കാല് ഫ്രണ്ടിലോട്ടാണ് ഫസ്റ്റ് വെക്കേണ്ടത് കേട്ടോ. അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് തേയും വരുമ്പോഴത്തേക്ക് ഇടത് കാല് ചവിട്ടണം. എന്നിട്ട് നമ്മൾ നാട്ടടവ് 1 കളിച്ചതുപോലെ സൈഡ്
സൈഡിലോട്ട് തെയ് യും ത ഹ. അപ്പോൾ റൈറ്റ് തീരും. ഇനി ലെഫ്റ്റ് വരുമ്പോൾ തെയ് യും. അപ്പോൾ ചെറുതായിട്ട് കാല് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ബോഡി ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ടൊന്ന് ഇത് ചരിച്ചു കൊടുക്കാം. കാല് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ബോഡി ഒന്ന് ചരിച്ചു കൊടുക്കുക. തെയ് യും ത ത തെയ് യും ത ഹ. അരമണ്ഡലത്തിലിരിക്കാം. അരമണ്ഡലത്തിലിരിക്കുമ്പോൾ നമ്മൾ ഖഡഗാമുഖ മുദ്ര പിടിച്ചിരിക്കണം. എന്നിട്ട് കാല് ഫ്രണ്ടിലോട്ട് നീക്കുമ്പോൾ കൈ അലപത്മത്തിലോട്ട് മാറുക, ഫ്രണ്ടിലോട്ട് നീട്ടുക. പിന്നെ തിരിച്ച് കാലെടുക്കുമ്പോൾ ഖഡഗാമുഖ മുദ്രയിൽ തന്നെ വരിക. ഓക്കെ. തെയ് യും ത ത. എന്നിട്ട് നമ്മൾ നാട്ടട ഫസ്റ്റിലെ കളിച്ചതുപോലെ സൈഡിന് തെയ് യും ത ഹ. ഇങ്ങനെയാണ് കൈ വരുന്നത്. ഇതിന് 3 സ്പീഡുണ്ട്, എല്ലാത്തിനും 3 സ്പീഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 സ്പീഡ് നോക്കാം. ഫസ്റ്റ് സ്പീഡ് തെയ് യും ത ത തെയ് യും ത ഹ. 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 ഇനി സെക്കൻഡ് സ്പീഡ് തെയ് യും ത ത തെയ് യും ത ഹ. 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 ഇനി തേർഡ് സ്പീഡ് തെയ് യും ത ത തെയ് യും ത ഹ. തെയ് യും ത ത തെയ് യും ഹ. തെയ് യും ത തെയ് യും ത ഹ. തെയ് യും ത ത യും ത ഹ. നാട്ടടവ് 6. 5 കാണിച്ചതുപോലെ തന്നെ ഫസ്റ്റ് കാല് കാണിച്ചു തരാം. അരമണ്ഡലത്തിലിരിക്കാം. കാല് ഫ്രണ്ടിലോട്ട് 5 ചെയ്തതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വെക്കുക. തെയ് യും ത വരുമ്പോൾ കാല് ഇടത് കാലിൻ്റെ ബാക്കിൽ ഇതുപോലെ വരണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വസ്തികം എന്നാണ് ഇതിന് പറയുന്നത്. തെയ് യും ത വരുമ്പോൾ കാലിങ്ങനെ വരണം. ഫ്രണ്ടിലത്തെ കാല് ചവിട്ടുക. എന്നിട്ട് നാട്ടടവ് 1 കളിച്ചതുപോലെ തെയ് യും ത ഹ. അതുപോലെ ഇടത് കാലിൽ. ഇനി കൈ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അരമണ്ഡലത്തിലിരിക്കാം. 5 കളിച്ചതുപോലെ കൈ വ്യത്യാസമുണ്ട്. കയ്യിൽ തൃപ്പാദക മുദ്ര പിടിക്കുക. കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ കൈ നേരെ താഴേക്ക് പോവുക. തെയ് യും ത ത തെയ് യും ത ഹ. തെയ് യും ത ത തെയ് യും ത ഹ. ആദ്യം ഫസ്റ്റ് സ്പീഡ് തെയ് യും ത ത തെയ് യും ത ഹ. തെയ് യും ത ത തെയ് യും ത ഹ. തെയ് യും ത ത തെയ് യും ത
തേ യും ത ത തേ യും ത ഹ തേ യും ത ത തേ യും ത ഹ തേ യും ത ത തേ യും ത ഹ തേ യും ത ത തേ യും ത ഹ. ഇനി തേർഡ് സ്പീഡ്. തേയും തത്ത തേയും താഹ തേയും തത്ത തേയും താഹ തേയും തത്ത തേയും താ തേയും തത്ത തേയും താഹ. നാട്ടടവ് 7. ആദ്യം കാര്യം നോക്കാം. നമ്മൾ അരമണ്ഡലത്തിലിരിക്കാം. നാട്ടടവ് ഒന്നൊക്കെ ചെയ്തതുപോലെ കാല് സൈഡിലോട്ട്. ഫസ്റ്റ് തേയ് യും ത വരുമ്പോൾ കാല് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ബോഡിയും തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് വരും. എന്നിട്ട് ബോഡിന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ലെഫ്റ്റിലോട്ട്. എന്നിട്ട് ഈ കാല് ചവിട്ടണം. എന്നിട്ട് നാട്ടടവ് 5 ചെയ്തതുപോലെ ഫ്രണ്ടിലോട്ട് തേയ് യും ത ഹ. കൈ വരുമ്പോൾ കടകാമുഖത്തിൽ നിന്നും അനപത്മത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ തിരിച്ച് കടകാമുഖത്തിലേക്ക് വരുന്നു. പിന്നെ നാട്ടടവ് 5 ചെയ്തതുപോലെ ഫ്രണ്ടിലോട്ട് കാല് വയ്ക്കുമ്പോൾ അനപത്മത്തിൽ വരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കടകാമുഖത്തിലേക്ക് വരുന്നു. അപ്പം അത് ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തേയ് യും ത ത. അപ്പം കൈ കടകാമുഖ മുദ്ര പിടിക്കുന്നു. എന്നിട്ട് ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അലപത്മത്തിലേക്ക് തേയ് യും ത ഹ. ഇനി അതുപോലെ ലെഫ്റ്റില് തേയ് കടകാമുഖത്തിൽ നിന്ന് അലപത്മത്തിലേക്ക് വന്നിട്ട് യും ബോഡിയും കാലും ഒക്കെ തിരിയുന്നപ്പോൾ നമ്മുടെ കൈയും തിരിഞ്ഞ് കടകാമുഖ മുദ്രയിലോട്ട് വരണം. ഇനി അവിടെ നിന്ന് അലപത്മത്തിലേക്ക് തേയ് യും ത ഹ. ഓക്കെ. ഫസ്റ്റ് സ്പീഡ് തേയ് യും ത ത തേയ് യും ത ഹ തേയ് യും ത ത തേയ് യും ത ഹ. സെക്കൻഡ് സ്പീഡ് തേയ് യും ത ത തേയ് യും ത ഹ തേയ് യും ത ത തേയ് യും ത ഹ തേയ് യും ത ത തേയ് യും ത ഹ തേയ് യും ത ത തേയ് യും ത ഹ. തേർഡ് സ്പീഡ് തേയ് യും തത്ത തേയ് യും ത ഹ തേയ് യും തത്ത തേയ് യും ത ഹ തേയ് യും തത്ത തേയ് യും ത ഹ തേയ് യും തത്ത തേയ് യും ത ഹ. നാട്ടടവ് 8. നമ്മൾ നാട്ടടവ് 5 ആളൊക്കെ ചെയ്തതുപോലെ ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് വരും. തേയ് യും ത കാല് ബാക്കിൽ വരും. ത. ഇനി ചെറിയൊരു ജമ്പാണ്. തേയ് യും ചവിട്ടുമ്പോൾ ഇടത് കാലൊന്ന് ചവിട്ടി വലത് കാല് പൊക്കി ഇടത് കാലിന് മുകളിൽ ഇതുപോലെ വെക്കണം. യും. എന്നിട്ട് അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ത ഹ. അപ്പൊ അങ്ങനെ കൈ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അരമണ്ഡലത്തിലിരിക്കുക. കടകാമുഖ മുദ്ര പിടിച്ചിട്ട് നമ്മൾ സൈഡിന് കളിച്ചതുപോലെ തന്നെ ഇനി ഫ്രണ്ടിലോട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഇതുപോലെ തേയ് യും ത ത. അപ്പോൾ കൈ മുകളിൽ അലപത്മത്തിൽ നിന്നും കൈ മുകളിൽ വന്ന് ഇതുപോലെ കൈ രണ്ടും ചേർത്ത് പിടിക്കുക. എന്നിട്ട് ത. ഇനി
ജമ്പ് വരുമ്പോൾ കൈ കടകാമുഖ മുദ്ര പിടിച്ചിട്ട് യും ചവിട്ടുമ്പോൾ അലപദ്മത്തിലേക്ക് ക്രോസ് ചെയ്ത് വയ്ക്കുക കൈ രണ്ടും. ഇനി നാട്യാരംഭത്തിൽ വെച്ചിട്ട് അരമണ്ഡലത്തിലിരുന്ന് താ ഹ. ഫസ്റ്റ് സ്പീഡ് യും താ താ യും താ ഹ. യും താ താ യും താ ഹ. യും താ താ യും താ ഹ. രണ്ടാമത്തെ സ്പീഡ് യും താ താ യും താ ഹ. 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 തേർഡ് സ്പീഡ് യും താ താ യും താ ഹ. 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 ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞത് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 5 തൊട്ട് 8 വരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് വയ്ക്കുക. ആദ്യമൊക്കെ നല്ല ബോഡി പെയിനൊക്കെ ഉണ്ടാവും, നല്ല കാൽമുട്ടും കാലൊക്കെ നല്ല വേദന ഉണ്ടാവും. അതൊന്നും സാരമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇച്ചിരി വേദനയൊക്കെ സാധിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.